ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള അടിപൊളി ഒരു ഐറ്റമാണ്. നോമ്പിനൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന തരിക്കഞ്ഞി അല്ലെങ്കിൽ റവ കാച്ചിയത് എന്നൊക്കെ പറയുന്ന ഒരു ഐറ്റമാണ്. മധുരമാണ്. നോമ്പ് സമയത്തൊക്കെ നമ്മളിവിടെയൊക്കെ നിർബന്ധമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. അതിൽ നിന്ന് നമ്മൾ വ്യത്യസ്തമായിട്ടൊരു വെറൈറ്റി ആയിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. ഇനി തയ്യാറാക്കുമ്പോൾ ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നോമ്പിന് മാത്രമല്ല, നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഉണ്ടാക്കി കുടിക്കണം എന്ന് തോന്നുമ്പോൾ അപ്പോൾ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. ഞാനിവിടെ ആദ്യം തന്നെ ഒരു കടായി സ്റ്റവിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരമൽ പായസമാണ് അല്ലെങ്കിൽ തരികാച്ചിയതാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഞാനിത് നല്ല ഹൈ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് അലിഞ്ഞു വരട്ടെ. കാരമൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു സൈസിൽ നന്നായിട്ട് അലിഞ്ഞു വരുമ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം കുറയ്ക്കണം. ആ ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോവുകയും കയ്പ്പ് രസത്തിലോട്ട് പോവുകയും ചെയ്യും. നമ്മളിതുപോലെ അലിഞ്ഞു വരുമ്പോൾ തന്നെ ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉദ്ദേശിച്ച ആ ഒരു പരുവത്തിൽ കറക്റ്റായി കിട്ടും. ഇനി ഇതിലേക്ക് നല്ല കട്ടിയായിട്ടുള്ള പശുവിൻ പാൽ ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിൻ്റെ അളവിൽ 2 കപ്പ് പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഈ പാലൊന്ന് തിളപ്പിക്കാനായിട്ട് വീണ്ടും നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ട് ഉരുകി കിട്ടും. ആദ്യം ഇതൊന്ന് ഉറഞ്ഞിരിക്കും, അപ്പോൾ നമ്മൾ ഇളക്കി കൊടുത്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി ഞാൻ ഇതിലേക്ക് പാലൊഴിച്ച അതേ അളവിൽ തന്നെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ ഒരു മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇതേപോലെ തന്നെ പശുവിൻ പാലിൽ മാത്രമല്ല തേങ്ങാപ്പാലിലും ചെയ്തെടുക്കാവുന്നതാണ്. കാരമലിൽ ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് നമുക്കൊരു പ്രത്യേക മണവും ഇതുപോലൊരു നല്ല ഭംഗിയുള്ള കളറൊക്കെ കിട്ടുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നല്ല വൈറ്റ് കളറിലിരിക്കും. അപ്പോൾ ഇത് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് റവയാണ്. വറുത്ത റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. റവ വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. റവ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ലപോലെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. കൈവിട്ട് കഴിഞ്ഞാൽ റവ കട്ടയായിട്ട് പോവും. അങ്ങനെ വരാതിരിക്കാനാണ് ഘട്ടം ഘട്ടമായിട്ട് ഇതുപോലെ 2 കപ്പ് അളവിൽ റവ ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1/4 കപ്പിൻ്റെ 2 കപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണമെങ്കിൽ ഫ്ലെയിം കൂട്ടി വെച്ചിരിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് പാൽപ്പൊടി കലക്കിയതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ ഇളം ചൂട് വെള്ളത്തിൽ ഒരു 3 ടേബിൾ സ്പൂൺ അളവിലുള്ള പാൽപ്പൊടി നന്നായി കലക്കി എടുത്ത് വെച്ചിരുന്നു. അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിലാണ് കലക്കി വെച്ചിരുന്നത്. പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. 1 മിനിറ്റ് സമയം മതി, നമ്മുടെ റവ നല്ലപോലെ വെന്ത് കിട്ടും. അതോടൊപ്പം കുറുകുകയും ചെയ്യും. ഇതുപോലെ ഇളക്കി കൊടുത്തില്ലെങ്കിൽ പാട കെട്ടും. അങ്ങനെ വരാതിരിക്കാനാണ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് കറക്റ്റ് പരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെച്ചേക്കാം. അടുത്തതായി വീണ്ടും സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓണാക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 2.5 സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് കുറച്ച് കൂടുതലായിട്ട് വേണം, എങ്കിലേ നന്നായിരിക്കുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. വട്ടത്തിൽ കട്ട് ചെയ്താണ് എടുത്തിട്ടുള്ളത്. അതാണ് കാണാനൊരു ഭംഗിയുള്ളത്. അതുപോലെ നല്ല കട്ടി കുറച്ച് നൈസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഒരു 5 ചെറിയ ഉള്ളി എടുത്തിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഒരു 4 ഏലക്ക തല്ലിയതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. നല്ല മൊരിഞ്ഞ് വരണം, അതാണ് ഇതിൻ്റെ പരുവം. നെയ്യുടെ മണം ഇഷ്ടമല്ലാത്തവർക്ക് ബട്ടറിൽ ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ബട്ടറിനേക്കാളും നെയ്യിൽ ചെയ്യുമ്പോൾ തന്നെയാണ് കൂടുതൽ ടേസ്റ്റും നല്ല മണമൊക്കെ ഉള്ളത്. ഉള്ളി ഇതുപോലെ കുറച്ചൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റാണ്. നല്ല നൈസായിട്ട് ഗ്രേറ്ററിൻ്റെ ചെറിയ ഹോളിലിട്ടിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഈ ക്യാരറ്റ് ഈ ഒരു നെയ്യിൽ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. ഉള്ളി അതിൻ്റെ കൂടെ നന്നായിട്ട് ഒന്നുകൂടി മൊരിഞ്ഞ് വരികയും ചെയ്യും. ക്യാരറ്റ് ഒരുപാട് ഇട്ട് കൊടുക്കണമെന്നില്ല, ഒരു ചെറിയ ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് കറക്റ്റ് പരുവത്തിന് കിട്ടിയപ്പോൾ ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഈ ഒരു റവയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നോമ്പ് സമയത്തും അല്ലാത്തപ്പോഴും വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുത്ത് കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാനായിട്ട്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തരിക്കഞ്ഞി, അല്ലാന്നുണ്ടെങ്കിൽ റവ കാച്ചിയത്, അല്ലാന്നുണ്ടെങ്കിൽ റവ പായസം, അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാവുന്നതാണ്. റെഡിയായി കിട്ടിയിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കുടിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റാണ്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.